സുഹൃത്തുക്കളെ, നിങ്ങൾ മദ്യപാനം നിർത്തിയെങ്കിൽ വണ്ടിയിൽ ബാക്കിയിരിക്കുന്ന മദ്യം ഇപ്പൊ തന്നെ നശിപ്പിക്കണം. ശരിച്ചോ? എന്നടാ ഇത്? എന്തുമാത്രം വില കൊടുത്ത് മേടിച്ചാടാ? അതൂടെ കളയടാ. എന്നതൊക്കെയാടാ കാണിക്കുന്നത്? എന്താ സുഹൃത്തെ പെറുവിറുക്കുന്നത്? നിങ്ങളുടെ മനസ്സിന് മാത്രം ഒരു മാറ്റവും വന്നില്ലേ? സാരമില്ല, താമസിയാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും മാറും, തീർച്ചയാ. ഇനി ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കേ. വണ്ടിയിലെ ദൂഷിച്ച സാധനങ്ങളൊക്കെ കളഞ്ഞപ്പോ വണ്ടി ചിലപ്പോ സ്റ്റാർട്ടായാലോ. വണ്ടി സ്റ്റാർട്ടായത് തന്നെ. വണ്ടി സ്റ്റാർട്ടായി. എടാ, അച്ഛനാളൊരു ദിവ്യനാടാ. അതേടാ, എനിക്കും അങ്ങനെ തോന്നി. കാര്യം ചെറുപ്പക്കാരൻ. അച്ഛനോടെ? അച്ചോ, അച്ചോ, അച്ഛാ, അച്ചോ, 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 അച്ഛനോട് പോയി. അച്ചോ, അച്ഛനോട് പോയതോ? അച്ഛാ, അച്ചോ, അച്ചോ, അച്ഛാ. ഭയങ്കരം തന്നെ. ഒരു വലിയ അത്ഭുതോടാ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ചത്. ആഹാ, അത് ശരി. എടാ, ഇത്രയായിട്ട് നിനക്കൊന്നൊരു മാനസാന്തരം വന്നില്ലല്ലേ? വെറുതെ അല്ല ഇവന്റെ അപ്പനവന് തോമസ് എന്ന് പേരിട്ടത്. ഇല്ലടാ, ഈ നിമിഷം ഞാൻ മദ്യപാനം നിർത്തിയടാ. എന്തായിരുന്നു ഇവിടെ എല്ലാവരും കൂടി ഒരു വലിയ ബഹളം? അച്ഛൻ ഇത് എവിടെയായിരുന്നു? ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോയതാണ്. അച്ചോ, എന്താ സുഹൃത്തെ, എന്താ പറ്റിയേ? വല്ലതും കണ്ട് പേടിച്ചോ? ഒന്നുമില്ല അച്ചോ, ഒന്നുമില്ല. പിന്നെ അച്ഛൻ മാഞ്ഞു പോയെന്ന് ഞങ്ങൾ വിചാരിച്ചു. മാഞ്ഞു പോവാൻ ഞാൻ എന്നാ മായാവിയോ? അച്ഛൻ ഞാനൊന്ന് ചോദിച്ചാൽ അച്ഛന് വെറും തോന്നരുത്. ചോദിക്കേ. അച്ഛൻ എങ്ങനെ ഇന്നലെ രാത്രി വണ്ടി ഓഫാക്കിയതും ഇപ്പോൾ സ്റ്റാർട്ടാക്കിയതും? അതിലൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. എല്ലാം കേവലം യാദൃച്ഛികമായ സംഭവങ്ങൾ മാത്രം. ഇപ്പൊ തന്നെ ഞാൻ അപ്രത്യക്ഷമായെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? അതുപോലെ തന്നെയാ ഇപ്പോൾ നടന്ന എല്ലാ സംഭവങ്ങളും. പിന്നെ എനിക്ക് രാവിലെ തൊടുപുഴ പള്ളിയിൽ എത്തേണ്ടതാ. നമുക്കെന്നാ പോയാലോ? ഇപ്പൊ പുറപ്പെട്ടാലേ എനിക്ക് അവിടെ സമയത്ത് എത്താൻ പറ്റൂ. അതിനെന്താ പോവാലോ? ശരി.